ജിൻഡോ ചേട്ടനെ കെട്ടിച്ചിട്ട് ഇയാൾക്ക് എന്താ കിട്ടാന്ന് എനിക്കറിയില്ല. അപ്പൊ ഇയാളെ തന്നെ വിളിച്ച് നേരിട്ട് ചോദിക്കാം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ആക്ച്വലി ഇത് രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ്. ഇതേ സെയിം ടോപ്പിക്കിൽ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ എടുത്തു. മൈക്ക് എടുത്തില്ല, എന്താണെന്നറിയില്ല. കംപ്ലീറ്റ് ഏകദേശം 12 മിനിറ്റോളം വീഡിയോ എടുത്തതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കിയ സമയത്ത് വോയിസ് ഇല്ല. അങ്ങനെ അത്യപൂർവമായിട്ടുള്ള ആ ഒരു പ്രതിഭാസം ഒന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, വീണ്ടും വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് അപ്സരയുടെയാണ്. ബിഗ് ബോസിലുണ്ടായിരുന്ന അപ്സര. ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ അപ്സരയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഞാൻ ഇൻ്റർവ്യൂയുടെ ഒരു ക്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല. ഏകദേശം 47 മിനിറ്റോളം ഇൻ്റർവ്യൂ ആണ്. 2 കാര്യമാണ് അപ്സരയിൽ മെയിനായിട്ട് പറയുന്നത് കേട്ടോ. അത്ര ഭയങ്കര റെലവൻറ്റ് ടോപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര റെലവൻറ്റ് ടോപ്പിക്കൊന്നല്ല. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ എന്നൊരു പാരലൽ വേൾഡ്, പിന്നെ ബിഗ് ബോസ് ഫോളോ ചെയ്തിരുന്ന എല്ലാവർക്കും ഒരു പക്ഷേ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്സരയുടെയും ഹസ്ബൻഡ് ആൽബി അല്ലേ, അപ്സരയും ഹസ്ബൻഡ് ആൽബിയും അതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് തന്നെ ആൽബിയുടെ പ്രകടനങ്ങളും അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം അത് അപ്സരയുടെ ഔട്ടാവലും ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റും അപ്സരയുടെ ഔട്ടാവലും എല്ലാ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്നവർക്കിടയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. റീസെൻ്റായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കൂടി സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് ഈ ചാനലിലെ അവതാരിക കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതിന് അപ്സരയുടെ ഉത്തരമാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നത്. രണ്ടാമത്തെ കേസ്, വേറൊരു റൂമറും കൂടി ഉണ്ടായിരുന്നു എന്ന് ഈ ചാനലിലെ അവതാരിക അപ്സരയോട് പറഞ്ഞ സമയത്താണ് അവർ പറഞ്ഞ സമയത്താണ് ഞാനും അറിയുന്നത്. അതായത് ഈ അപ്സരയും ജിൻഡോയും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് ഏതോ ഒരു യൂട്യൂബർ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള വീഡിയോസ്, പ്ലസ് ആരൊക്കെയോ യൂട്യൂബർ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്സരയുടെ പ്രതികരണം കൂടി. ഈ 2 കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്തിട്ടോ. വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ദയവ് ചെയ്ത് പറ്റുമെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പിന്നെ വെച്ചാൽ നിങ്ങൾ പലരും നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന വെച്ചാൽ ഏകദേശം 80% ആൾക്കാരും ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവ് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയൊരു സപ്പോർട്ടായിരിക്കും. എന്താണ് അപ്സരയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നോക്കാം. അറിയില്ല, ഹസ്ബൻഡും ചേച്ചിയും തമ്മിൽ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മീഡിയാസ് വരുന്നുണ്ട്, റിയാക്ഷൻസും വരുന്നുണ്ട്. അപ്പൊ ചേച്ചി അതൊക്കെ കണ്ടായിരുന്നു? സത്യത്തിൽ അതിന്റെ ഒരു വാസ്തവം അറിയാനായിട്ട് കുറെ പേര് ചേച്ചിയുടെ ആരാധകര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാനും എന്റെ ഹസ്ബൻഡ് ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാത്തിനും എനിക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാനൊരു പരിധിയിൽ കൂടി നമ്മൾ ഇടപെടാൻ പോകാത്ത ഒരാളാണ് ഞാൻ. തിരിച്ച് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്ത്, ഞാൻ ഒരു മീഡിയ പേഴ്സൺ ആണ്, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതാണ് എന്ന് വെച്ചിട്ട് എന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത അതിൽ മീഡിയസിനൊന്നും ഇടപെടാൻ അവകാശമില്ല. ഇതിപ്പോ എന്താ വെച്ചാൽ ഞാനും എന്റെ ഹസ്ബൻഡോ അങ്ങനെ ഒരു കാര്യം വന്ന് പറയുന്നത് വരെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വരെ കുറെ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്, വീഡിയോസ് ഇടുന്നു, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അങ്ങോട്ടും വേറെ ആൾക്കാർ ആർഗ്യൂ ചെയ്യുന്നു. എനിക്കറിയില്ല. ചേച്ചി അതൊക്കെ കണ്ടായിരുന്നല്ലേ? അല്ല, കാണുമല്ലോ, സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമല്ലോ. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ച് ഇടാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പറയലുണ്ട്, പറയാറൊക്കെ ഉണ്ട്. വളരെ നല്ല കാര്യമാണ് കേട്ടോ. പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ അത് ആൾക്കാരൊക്കെ എല്ലാ കണ്ട അണ്ടനടകോടനൊക്കെ എടുത്ത് ചർച്ച ചെയ്യും. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും അപ്സരയോട് ചോദിച്ച ചോദ്യം, ഇതിൻ്റെ ഈ തംബ്നെയിൽ നിങ്ങൾ കണ്ടോ എന്നുള്ള അറിയില്ല. ഈ ഒരു വീഡിയോൻ്റെ ഈ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ, അപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ തംബ്നെയിലും നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, ഈ വന്നിട്ടുള്ള അപ്സര എന്ന് പറഞ്ഞ സെർച്ച് ചെയ്ത് അറിയാം. ഈ വീഡിയോയിലെ തംബ്നെയിലും ഇങ്ങനെയാണ്, അപ്സരയും ആൽബിയും ഡിവോഴ്സ് ആയോ, എല്ലാം കൈവിട്ടു പോയി, ഞാൻ കടന്നുപോയ അവസ്ഥ ഇതാണ്, കണ്ണീരണിഞ്ഞ് അപ്സരയുടെ വാക്കുകൾ, അപ്സര ആൽബി എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ. എന്നിട്ട് അടിയിൽ ചെറുതായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്, ജിൻഡോയ്ക്ക് വേണ്ടി ഡിവോഴ്സ് ആയെന്ന് പറയുന്നവരോട് പൊട്ടിത്തെറിച്ച അപ്സര. അതായത് അപ്സര ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ചാനലായിട്ട് ആ ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അതിൻ്റെ തംബ്നെയിൽ. ഈ യൂട്യൂബർ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്തതിൽ ഇത്രയേ ഉള്ളൂ, അപ്സരയും ജിൻഡോ തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അപ്പുറത്ത് ആൽബിയുടെ ഫോട്ടോ, എന്നിട്ട് അടിയിൽ ഈ എഴുതിയിട്ടുള്ള ഈ ഒരു അടിക്കുറിപ്പും. ഇതാണ് സംഭവം. ഇതിൻ്റെ വീഡിയോനുള്ളിൽ കയറി നോക്കുന്ന സമയത്ത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യവും അപ്സര അവിടുന്ന് കണ്ടതിന് ശേഷമാണ് പ്രതികരിക്കുന്നത്. ഞാനും ആ ഒരു വീഡിയോ കണ്ടു. പക്ഷെ എനിക്കത് കണ്ടെന്നൊന്നും അതിൽ അത്ര ഈ തംബ്നെയിലിൽ എന്ത് പറയുന്നു ആ രീതിയിലുള്ള സംഗതിയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ള കാര്യങ്ങൾ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചാനലിൻ്റെ തംബ്നെയിലും കൂടി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ ഇവരും തന്നെ ഈ ചാനലും അതെ, ഇന്നിപ്പോൾ ഈ ഇവരുടെ അപ്സരയുടെ ഇൻ്റർവ്യൂ എടുത്ത ചാനലും അതെ, എല്ലാം കൈവിട്ടു പോയി, ഞാൻ കടന്നുപോയ അവസ്ഥ ഇതാണ് എന്നൊന്നും അതിൽ അവർ അങ്ങനെ ഒരു കൈവിട്ടു പോയി എന്നുള്ള കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല. അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഏതൊരു നോർമലായിട്ടുള്ള വ്യക്തി പറയുന്ന രീതിയിൽ അവരും പറഞ്ഞിട്ടുള്ളൂ.
അവർ കുറേ ബുദ്ധിമുട്ടി, അതായത് എല്ലാം കൈവിട്ട് പോയി, ഞാൻ കടന്നു പോയ അവസ്ഥ ഇതാണ് എന്നൊന്നും അവർ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ബാക്കി കേൾക്കാം. സോഷ്യൽ മീഡിയസിൽ മെയിൻ ആയിട്ട് വരുന്ന വേറൊരു ആൽബിച്ചേട്ടന്റെ മാത്രമല്ല വേറൊരാളോട് ഇതിന്റെ അകത്ത് എൻട്രി ചെയ്യുന്നുണ്ട്. ജിൻഡോ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വ്യാജവാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇതില് ഒരു പുള്ളി കാണിക്കുന്നുണ്ട്, ഈ ഒരു പുള്ളിക്കാരൻ കേട്ട വാർത്തകളെല്ലാം സത്യമാണ്, ജിൻഡോയും അപ്സരയും ഒന്നിക്കുന്നു. ഇതില് ഒരു പുള്ളി കാണിക്കുന്നുണ്ട്, ഈ ഒരു പുള്ളിക്കാരൻ കേട്ട വാർത്തകളെല്ലാം സത്യമാണ്, ജിൻഡോയും അപ്സരയും ഒന്നിക്കുന്നു. ചേച്ചി കണ്ടിട്ടില്ലേ? ഞാൻ ഇങ്ങനത്തെ ചൊറി വാർത്തകളൊന്നും നോക്കാറില്ല. അതാണ് ഫുൾ. ഇതാണ് ഇപ്പൊ പേജ് ഏതാ? ഇതാണ് ഇപ്പൊ ജിൻഡോയും ചേച്ചിയും തമ്മിലുള്ള ന്യൂസ്. ഞാൻ ചോദിക്കട്ടെ, പുള്ളി ഞാൻ കാണുന്നില്ല. എന്താ സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ചെറിയൊരു ഈ ഒരു ഡിവോഴ്സ് ആണല്ലോ പറയുന്നത്, വേറെ പിരിയാൻ പോവാന്ന്. അത് ജിൻഡോയ്ക്ക് വേണ്ടിയാന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അറിയിട്ടില്ല. കഷ്ടം ആങ്കറെ, കഷ്ടം. ആ വീഡിയോക്കകത്ത് അങ്ങനെ ഒരു സംഗതി പോലും ഒന്നും പറയുന്നില്ല. ആ വീഡിയോക്കകത്ത് കംപ്ലീറ്റ് അപ്സരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ യൂട്യൂബർ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ ലാസ്റ്റ് പ്ലേ ചെയ്യാം, ചെറിയ റിലവൻറ്റ് പോർഷൻ മാത്രം പ്ലേ ചെയ്യാം. ആ യൂട്യൂബർ ആ വീഡിയോയിൽ കംപ്ലീറ്റ് സംസാരിച്ചിട്ടുള്ളത് അപ്സരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. കമൻറ്റ് പറയുന്ന ആൾക്കാർക്ക് എതിരായിട്ടാണ് ആ യൂട്യൂബർ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അയാളുടെ തമ്മിൽ അതങ്ങനെ വെച്ചാൽ ആൾക്കാർ ഞെക്കി കാണുള്ളൂ. എന്നുവെച്ചിട്ട് മോശമൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഈ ഫോട്ടോ മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഈ ഫോട്ടോ വെച്ചു, എന്നിട്ട് അത് ആ വീഡിയോക്കകത്ത് ഇതാണ് ഇവർ പറയുന്നത് എന്നാണ് പിന്നെ ഈ ഒരു ചാനലിലെ അവതാരക പറയുന്നത്. എന്നിട്ട് കണ്ണീരണിഞ്ഞു, പൊട്ടിത്തെറിച്ചു. ബിഗ് ബോസിന്റെ ആ ഫ്ലോർ വെച്ചിട്ട് തന്നെ നല്ല, ഞാൻ അങ്ങനെ വലിയ ആർഗ്യുമെന്റ്സ് ഒന്നും നമ്മൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് കുറെ പെർഫോം ചെയ്തിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ ജിൻഡോ തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ല. അവിടെ നല്ല സുഹൃത്തുക്കളായിരുന്ന പല ആൾക്കാരും പുറത്ത് വന്നിട്ട് ഒരു കോൺടാക്ട് ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ ജിൻഡോ ചേട്ടനാണ്. പിന്നെ ഈ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കണ്ടത്. എനിക്കറിയില്ല ഇവൻ എന്താ പറയുന്നത്. ഇവനെ വിളിക്കുന്നുണ്ട്, കാരണം എനിക്കും അറിയണമല്ലോ, ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരാൾ എനിക്ക് ഇവന്റെ അടുത്ത് മാത്രമല്ല, ഇപ്പൊ എന്താ സത്യം ഇത് മാത്രമല്ല വേറെ കുറെ പേര് മാമപ്പണിയായിരിക്കും, എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രത്യേക ചേട്ടത്തരം പറഞ്ഞു നടക്കില്ലല്ലോ. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പണിയെടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എത്ര ദൂരം ഇവിടെ വന്നത്, ഇപ്പൊ എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാനും ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്, എനിക്കും ഈ എന്റെ ഇന്റർവ്യൂ പുറത്തു വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്. അപ്പൊ എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വിറ്റ് ജീവിക്കുന്നത്, ഒരാളുടെ ഇമോഷൻ, ഒരാളുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഒരാളുടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അങ്ങനെ വിറ്റ് നമ്മൾ ജീവിച്ചാൽ, ഇപ്പൊ ഇയാൾ തന്നെ പറഞ്ഞ കർമ്മ എന്ന് പറയുന്നുണ്ട്. കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, കർമ്മയോ എന്ത് ഒന്നാണെങ്കിലും നമ്മൾ ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അത് ശാശ്വതമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ മനസ്സറിയാത്തൊരു കാര്യമാണ്. അത് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ വീട്ടുകാരെ പറ്റിയോ അല്ലെങ്കിൽ അവനെ പറ്റിയോ അവന് വേണ്ടപ്പെട്ട ആരിനെ പറ്റി ഇതുപോലെ ആരെങ്കിലും നാട്ടുകാരോ സോഷ്യൽ മീഡിയയിലോ ഇത് എപ്പോഴെങ്കിലും ഒരു വരുമ്പോഴേ കറക്റ്റ് ആ വേദന മനസ്സിലാവുള്ളൂ. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷെ ഉണ്ടായാലേ അവൻ ആ വേദന അറിയാൻ പറ്റുള്ളൂ. ഇനി ഇവനോട് ഞാൻ എന്തായാലും അങ്ങനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശമായിട്ടുള്ള കമന്റ്സുകൾക്കോ. ഇനി ഇതില് ഈ വ്യക്തി യൂട്യൂബ് ചാനലിലൂടെ എന്താണ് പറഞ്ഞ് എന്നുള്ളൊരു സംഭവം കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. എന്താണ് ഈ യൂട്യൂബർ പറഞ്ഞു എന്നുള്ളത്. അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു. സീരിയൽ സ്വാതന്ത്ര്യ സമയത്തൊക്കെ ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവ് റോളും ഇതൊക്കെ ആയിട്ട് കയറി വരുന്നെങ്കിൽ അപ്സര ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലായിരുന്നു. നല്ല സ്മാർട്ടും ആയിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അറിയാലോ, ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് തന്നെ ആൾക്കാർ ഇവരുടെയൊക്കെ മറുപടിക്ക് കൊടുക്കാനേ നേരം കാണത്തുള്ളൂ സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു ചിരിമയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിനകത്ത് ഒരു വീഡിയോസും കാര്യങ്ങളും അപ്സര ആൽബിയൊക്കെ ഇടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമായിട്ട് ഇവിടെ കാണുന്നില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോൾ ഇവർ പരസ്പരം ഫോളോയും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർത്തോളും. പക്ഷേ ഇവിടെ കമന്റ്സ് ഇടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പറഞ്ഞിട്ടല്ല കേട്ടോ, പറഞ്ഞു തീർത്തോളും എന്നാണ് ഈ യൂട്യൂബർ പറയുന്നത്. ഈ യൂട്യൂബർ മോശമായിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇതാണ് സംഭവം. ആ ഫോട്ടോ ആദ്യം കൊടുത്തതിനെ കുറിച്ച് മറ്റേ ഇൻ്റർവ്യൂ ചെയ്ത ചാനൽ ഇതൊരു സംഭവമാക്കി എടുത്തിട്ട് അത് അതിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. എന്നിട്ട് അവർക്കൊരു കണ്ടന്റ് അല്ലേ, ഇതെല്ലാം കേട്ടിട്ട് നമുക്കൊരു കണ്ടന്റ്. ഇതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ദയവേതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേദം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.